الله الرحمن الرحيم وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين وما أنزلنا സൂറത്ത് യാസീനിലെ 28-ാമത്തെ ആയത്ത്. വമാ അൻസൽന, നാം ഇറക്കിയിട്ടില്ല, അലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ, അതായത് ഹബീബുൻ നജ്ജാർ നാം പറഞ്ഞില്ലേ, മദീനയുടെ അങ്ങേ അറ്റത്തിൽ നിന്ന് വന്നു ഒരാൾ പറഞ്ഞില്ലേ, ജനങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക എന്ന്. അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ കൊന്നുകളയുകയാണ് ചെയ്തത്. അപ്പോൾ വമാ അൻസൽന അലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ നാം അവതരിപ്പിച്ചിട്ടില്ല, മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷം, മിൻ ജുന്ദിൻ മിനസ്സമായി, ആകാശത്ത് നിന്ന് സൈന്യത്തെ നാം അയച്ചിട്ടില്ല. വമാ കുന്ന മുൻസിലീൻ, നാം അങ്ങനെ സൈന്യത്തെ അവതരിപ്പിക്കുന്നവരല്ല. വമാ കുന്ന, നാം അല്ല, മുൻസിലീന, അങ്ങനെ ഇറക്കുന്നവരല്ല. അപ്പോൾ വമാ എന്നുള്ള നാഫിയാണ്, അല്ല എന്ന അർത്ഥത്തിന്. അൻസൽന അലാ ഖൗമി ചായി ഹബീബുൻ നജ്ജാറിൻ്റെ ജനതയുടെ മേൽ, മിൻ ബഅദിഹി ബഅദ മൗത്തിഹി, അദ്ദേഹത്തിൻ്റെ മരണശേഷം, മിൻ ജുന്ദി മിനസ്സമായി, ആകാശത്തു നിന്നുള്ള സൈന്യം വെച്ചാൽ മലായിക്കത്തി, മലക്കുകൾ, ലിഹിലാക്കിഹിം, ആ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി നാം ഇറക്കിയില്ല. വമാ കുന്ന മുൻസിലീന മലായിക്കത്ത ലിഹിലാക്കി അഹദിൻ, ഒരാളെയും നശിപ്പിക്കാൻ വേണ്ടി മലക്കുകളെ നാം ഇറക്കുന്നവനല്ല. പിന്നെ എന്തായിരുന്നു അവർക്കുള്ള ശിക്ഷ? സൈന്യത്തെ ഇറക്കിയിട്ടല്ല അവരെ നശിപ്പിച്ചത്. പിന്നെ എങ്ങനെ? ഇൻകാനത്ത് ഇല്ലാ സൈഹത്തം വാഹിദ, ഇൻകാനത്ത് ഇല്ലാ സൈഹത്തം വാഹിദ, ഒറ്റ ശബ്ദമല്ലാതെ അല്ല അത്. അതായത് ഇൻകാനത്ത് വെച്ചാൽ മാ കാനത്ത് ഉഖൂബത്തുഹും, അവരുടെ ഉഖൂബത്തായിരുന്നില്ല, ഇല്ലാ സൈഹത്തം വാഹിദ, ഒറ്റ ശബ്ദമല്ലാതെ, ഒറ്റ അട്ടഹാസമല്ലാതെ ആയിരുന്നില്ല. സ്വാഹബിഹിം ജിബിരിൽ അവരെ കൊണ്ട് അട്ടഹസിച്ചു. ഫൈദാഹും ഖാമിദൂൻ, അന്നേരം അവർ ഖാമിദൂൻ, അവർ ഖാമിദീങ്ങളായി. ഈ സാക്കിനൂന, അവർ മയ്യിത്തുകളായി. അവരെന്ത് അനക്കമടങ്ങി എന്ന് വെച്ചാൽ അവരെന്ത് മരണപ്പെട്ടവരായി. യാ ഹസ്രതൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. യാ ഹസ്രതൻ അലൽ ഇബാദ്, അടിമകളുടെ മേൽ നാശം. യാ ഹസ്രതൻ, ഓ ഖേദമേ, അലൽ ഇബാദ്, ഹൗല, ഈ അടിമകളുടെ മേൽ, ഈ ആളുകൾക്ക്, വനഹവിഹിം, അവരെ പോലുള്ളവർക്കും. അവരാരാല, മിമ്മൻ, ഒരുത്തരാർ, കദ്ദബുർ റുസുല, മുർസലീങ്ങളെ, ദൂതന്മാരെ നിഷേധിക്കുകയും, ഫഹുലിക്കു, അങ്ങനെ അവരെ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ആ ജനതക്കുള്ള ഖേദമേന്ന്. ഖേദം എന്ന് വെച്ചാൽ വഹിയ ശിദ്ദത്തു താല്ലുമ, ശക്തിയായ വേദനക്ക പറയാം. അപ്പോൾ വനിതാവുഹ, അപ്പോൾ ഖേദത്തെ വിളിക്കുകയാണ്. വനിതാവുഹ മജാസൻ, അതിനെ വിളിക്കൽ മജാസായിട്ടാണ്. ഐ ഹാദ അവാനുക്ക ഫഹ്ലുരി, ഇത് ഖേദത്തിൻ്റെ സമയമാണ്, നീ ഹാജരാകൂ എന്ന. മായത്തീഹിമിർ റസൂലിൻ, അവരങ്ങനെ നശിപ്പിക്കാൻ കാരണം എന്താ? മായത്തീഹിമിർ റസൂലിൻ, അവർക്ക് ദൂതൻ ചെന്നിട്ടില്ല, ഇല്ലാ കാനു ബിഹി യസ്തഹ്സിഊൻ, അവർ ആ ദൂതനെ പരിഹസിച്ചിട്ടല്ലാതെ. മുസവ്വഖൻ, ഇതിനെ കൊണ്ടുവരപ്പെട്ടതിൽ ബയാനി സബബിഹ, അവരുടെ നാശത്തിൻ്റെ, ഖേദത്തിൻ്റെ കാരണത്തെ ബയാൻ ചെയ്യാനാണ്. കാരണം ഇസ്തിമാലി അല ഇസ്തിഹ്സാ, ഇസ്തിമാലിഹി അലസ്തിഹ്സാഇഹിം, അത് അവരുടെ പരിഹാസത്തിൻ്റെ മേൽ ചുറ്റിയതിന് വേണ്ടി. അൽ മുഅദ്ദി ഇലാ ഹിലാക്കിഹിം അൽ മുസബ്ബബ് അൻഹുമുൽ ഹസറത്തു, അവരുടെ നാശത്തിലേക്ക് വീട്ടുന്ന അവരുടെ പരിഹാസത്തിൻ്റെ മേലെ ചുറ്റിയിട്ടുണ്ട്. എങ്ങനത്തെ? അൽ മുസബ്ബബ് അൻഹു, അതിനെ തൊട്ട് അൽ ഹസറത്തു, ആ നാശം കാരണം അവർക്ക് ഖേദം ഉണ്ടാകും. അങ്ങനത്തെ ആ നാശത്തിലേക്ക് വീട്ടിയ പരിഹാസത്തിൻ്റെ മേലെ ചുറ്റിയതിന് വേണ്ടി. അപ്പോൾ മൊത്തത്തിൽ അർത്ഥം പറഞ്ഞു, യാ ഹസ്രത്തൻ അലൽ ഇബാദ്, അടിമകൾക്കുള്ള നാശമേ, ഖേദമേ, മാ യഅതീഹിം മിർ റസൂലിൻ,
അവർക്കൊരു ദൂതനും ചെന്നിട്ടില്ല ഇല്ലാ കാനു ബിഹി യസ്തഹ്സിഊൻ അവർ ആ ദൂതനെ പരിഹസിച്ചിട്ടല്ലാതെ.